Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാറുണ്ടെങ്കിൽ you would understand നമ്മൾ കേരള സെറ്റിലെ പേപ്പർ വണ്ണിന് വേണ്ടിയിട്ടുള്ള PYQ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This is video number 9 and today we will be discussing almost 120 questions. So without further delay, let's go into the video. The basic education was introduced in India by basic education എന്നുള്ളത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു ആശയമായിരുന്നു. അദ്ദേഹം അതിനെ നെയ്ത്തലും എന്നാണ് ഹിന്ദിയിൽ അഭിസംബോധന ചെയ്തിരുന്നത്. സോ ആൻസർ ഇസ് ഗാന്ധിജി. നമ്മൾ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വാസ് എ ബിറ്റ് ഔട്ട് ഓഫ് ഒരുപാട് കണ്ടന്റ് വാസ് ഔട്ട് ഓഫ് ദ സിലബസ്. വളരെ ഹൈ എൻഡ് എക്സാം ആയിരുന്നു. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇത് ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടും അതിലെ ചില ഏരിയാസ് കൺസേണിംഗ് ആയതുകൊണ്ടുമാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ചലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ പവർ സ്ട്രക്ചേഴ്സ്. പവർ സ്ട്രക്ചർ എക്സാമിൻ ചെയ്യുന്ന എല്ലാ ഫിലോസഫിയും ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ KCF 2007 ആയാലും 2023 ആയാലും follows critical pedagogy, and critical pedagogy was എന്ത് ചെയ്തു എക്സ്പോണന്റ് ആയിട്ട് മുമ്പിൽ നിന്നത് പൗലോ ഫ്രയർ. സോ ആൻസർ ഇസ് പൗലോ ഫ്രയർ. നെക്സ്റ്റ് വൺ, അനു ഷോസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ഇൻ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിംഗ് സ്കെച്ചസ്. അനു എന്ന് പറയുന്ന കുട്ടിക്ക് സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനും ഡിസൈൻ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഷീ ഹാസ് എ ഡോമിനന്റ് ലോജിക്കൽ, ഇന്റർപേഴ്സണൽ, വിഷ്വൽ സ്പേഷ്യൽ, ലിംഗ്വിസ്റ്റിക്സ്. നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. കാരണം ഡിസൈനിങ്ങിലും സ്കെച്ചിങ്ങിലുമാണ് കുട്ടിക്ക് താല്പര്യം. Next one, the article dash of Indian Constitution ensures free and compulsory education to all children under the age of from the age of 6 to 14 years. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 21A, ആർട്ടിക്കിൾ 21A ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Next one, Rabindranath Tagore suggested that the widest road leading to the solution for all our problem is. ഒരു വലിയ റോഡ് that leads to the solution of നമ്മുടെ പ്രോബ്ലംസ് എന്താണ്? പെഡഗോഗി ആണോ, ടീച്ചേഴ്സ് ആണോ, സൊസൈറ്റി ആണോ, എഡ്യൂക്കേഷൻ ആണോ? അദ്ദേഹം ഇത് സജസ്റ്റ് ചെയ്തത് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ടാഗോർ സോ എഡ്യൂക്കേഷൻ ആസ് ദ കീ ടു സോൾവിംഗ് സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ പ്രോബ്ലംസ്. നെക്സ്റ്റ് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി വാസ് പുട്ട് ഫോർവേഡ് ബൈ. പോസിറ്റീവ് സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുകയോ അത് സോൾവ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ പ്രശ്നം വരാതിരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പോസിറ്റീവ് സൈക്കോളജി മുമ്പോട്ട് വെക്കുന്നത്. വിച്ച് മീൻസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു ഏരിയ ആണ് പോസിറ്റീവ് സൈക്കോളജി. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, പക്ഷെ ആ വർഷം ചോദിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഈ ഏരിയാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഇയറിൽ ചോദിക്കാൻ തോന്നിയെങ്കിൽ നമ്മൾ നോക്കിയത് കൊണ്ട് നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് സൈക്കോളജി മുമ്പോട്ട് വയ്ക്കുന്നത് മാർട്ടിൻ സാലിഗ്മാൻ ആണ്. സാലിഗ്മാൻ പറയുന്നത് തന്നെ അതാണ്, ദാറ്റ് ഇറ്റ് ഇസ് ബെറ്റർ ടു പ്രിവെന്റ് സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഇഷ്യൂസ് ദാൻ അത് വന്നതിന് ശേഷം അതിന് സൊല്യൂഷൻ കണ്ടെത്തി പോകുന്നത്. നെക്സ്റ്റ് വൺ, യു ക്യാൻ ടെൽ ദ കണ്ടീഷൻ ഓഫ് ദ നേഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ദ വുമൺ. ഇത് വളരെ പേര് കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കൺട്രിയുടെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു നേഷന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആരാണ് മുമ്പോട്ട് വെച്ചത്? മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹമാണ് എപ്പോഴും വിമൻ എംപവർമെന്റിനെ പറ്റിയിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഫോർ നാഷണൽ പ്രോഗ്രസ്. യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചേഞ്ച് ഇസ് റിലേറ്റഡ് ടു പ്രാഗ്മാറ്റിസം. പ്രാഗ്മാറ്റിസം എപ്പോഴും ചേഞ്ചിനെ ബേസ് ചെയ്താണ് പ്രിൻസിപ്പിൾസ് മുമ്പോട്ട് കൊണ്ടുപോകും. നെക്സ്റ്റ്, ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബിയർ വയലൻസ് ഇസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഡാഷ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A ഇസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി സജസ്റ്റിംഗ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടീസ് സേഫ് ഗാർഡ് ചെയ്യണം. അടുത്തത്, ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് ഒന്നും നമ്മുടെ സിലബസിലുള്ള കാര്യം അല്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസിലെ 3 കാര്യങ്ങളാണ് വരുന്നത്. അതായത് ഇന്റലിജൻസിനെ നമുക്ക് 3ആയിട്ട് തരം തിരിക്കാൻ പറ്റും.
ഒന്ന് അനാലിറ്റിക് ലെവലാണ്, അടുത്തത് പ്രാക്ടിക്കൽ ലെവലാണ്, ആൻഡ് മൂന്നാമത്തത് ക്രിയേറ്റീവ് ലെവലാണ്. അപ്പം അനാലിറ്റിക്കൽ ലെവലിൽ ഒരു കുട്ടി എപ്പോഴും എന്ത് കണ്ടാലും അതിനെ നമ്പേഴ്സ് ആയിട്ടും ഡേറ്റ ആയിട്ടും മാറ്റാനുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കും അനലിറ്റിക് പീപ്പിൾ. അതേസമയം പ്രാക്ടിക്കൽ പീപ്പിൾ എന്ന് പറയുന്നത് എന്തൊരു കാര്യം പഠിച്ചാലും അതിനെ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരിക, അതിനെ അപ്ലൈ ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും പ്രാക്ടിക്കൽ. ആൻഡ് ക്രിയേറ്റീവ് പീപ്പിൾ നമ്മൾ പഠിക്കുന്ന കാര്യത്തിനെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ സ്റ്റേൺബർഗ് ആണ് ട്രയാക്ടിക് തിയറി പ്രപ്പോസ് ചെയ്തത്. അനാലിറ്റിക്, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, 3 രീതിയിലുള്ള ഇന്റലിജൻസിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. Which among the following is an advantage to heuristic method? Heuristic method നമ്മൾ പഠിച്ചതാണ്, ഡിസ്കവറി പോലെ. അതായത് കുട്ടി തന്നെ പലതും കണ്ടുപിടിച്ച് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡിനാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ സ്ട്രൈക്ക് ദാറ്റ് ഓഫ്. ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ, യെസ് നമുക്ക് കൺസിഡർ ചെയ്യാം, ബാക്കിയുള്ളത് വായിച്ചിട്ട്. ഇറ്റ് ഫോളോസ് പാസീവ് ലേണിംഗ്, അല്ല, കുട്ടി തന്നെ ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ആക്റ്റീവ് ലേണിംഗ്. അതുപോലെ ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം അല്ല, കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടുത്തങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ അവർ ആൻസർ ഇസ് ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ. നെക്സ്റ്റ് വൺ, the primary school child frequently makes mistakes in writing numbers. നമ്പർ എഴുതുന്നതിൽ കുട്ടിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു. അപ്പൊ ഈ കുട്ടി എന്തിന്റെ സൂചനയാണ് കാണിക്കുന്നത്? നമുക്കറിയാം, നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയ ആണ്. സോ ആൻസർ ഇസ് ഡിസ്കാൽക്കുലിയ. സൈക്കോളജിക്കൽ ഫോർഗെറ്റിംഗ് ഇസ് നോൺ ആസ്, സൈക്കോളജിക്കലി ഫോർഗെറ്റിംഗ് ഇസ് നോൺ ആസ്. ഫോർഗെറ്റിങ്ങിന് എന്തായിട്ടാണ് സൈക്കോളജിയിൽ പറയുന്നത്? ഫോർഗെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിലുള്ള ഫോർഗെറ്റിംഗ് ഉണ്ട്. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഫോർഗെറ്റ് ചെയ്യുന്നതും കോൺഷ്യസ് ആയിട്ട് ഫോർഗെറ്റ് ചെയ്യുന്നതും. നമ്മൾ അൺകോൺഷ്യസ് ലെവലിലേക്ക് ഒരു കാര്യം ഫോർഗെറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ റിപ്രഷൻ എന്നാണ് പറയുന്നത്. സോ റിപ്രഷൻ ആൻഡ് അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ പ്രോസസ് ഓഫ് ഫോർഗെറ്റിംഗ് അൺപ്ലസന്റ് എക്സ്പീരിയൻസ്. അത് ഫ്രോയിഡിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. സോ സൈക്കോളജിക്കലി ഫോർഗെറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് റിപ്രഷൻ. നെക്സ്റ്റ്, education should create a class of persons Indian in blood and color, but English in taste, opinions, morals and intellect. ഇത് എന്തിന്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു? ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ബ്രിട്ടീഷ് പീരീഡിലുള്ള ഏതോ ഒരു എഡ്യൂക്കേഷണൽ പോളിസിയുടെ റെക്കമെൻഡേഷൻ ആണ് ഈ പറയുന്നത്. അതായത് ആൾക്കാർക്ക് ഇന്ത്യൻ ബ്ലഡ് ആയിരിക്കണം, കളർ ആയിരിക്കണം, പക്ഷെ അവരുടെ തോട്ട്സും ഒപ്പീനിയൻസും ടേസ്റ്റും ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളത് ഒരു ബ്രിട്ടീഷ് പീരീഡിലുള്ള കാര്യമാണ്. അപ്പം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിലാണ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ് ആണ്. അപ്പൊ ഇത് രണ്ടും അല്ല. വിച്ച് എമംഗ് ദ ഫോളോയിങ്, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ വുഡ്സ് ഡിസ്പാച്ചിൽ അങ്ങനെ പറയുന്നതേ ഇല്ല. സോ അതല്ല. ആൻസർ ഇസ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. മക്കാളയുടെ മിനിറ്റ്സിലാണ് അത് പറയുന്നത്. ദാറ്റ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഷുഡ് ക്രിയേറ്റ് ക്ലാസ് ഓഫ് പേഴ്സൺസ് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ, ബട്ട് ഇംഗ്ലീഷ് ഇൻ ഒപ്പീനിയൻസ് ആൻഡ് ടേസ്റ്റ്. അടുത്ത, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ടു ഇവാലുവേറ്റ് ടീച്ചർ പെർഫോമൻസ്. ടീച്ചർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്താണ്? സ്റ്റുഡന്റ് ഇവാലുവേഷൻ ആണോ, സെൽഫ് ഇവാലുവേഷൻ ആണോ, പിയർ ഇവാലുവേഷൻ ആണോ, പ്രിൻസിപ്പൽ ഇവാലുവേഷൻ ആണോ? ഏറ്റവും നല്ലത് പിയർ ഇവാലുവേഷൻ ആണ്. അപ്പം അവരുടെ തന്നെ കൊളീഗ്സിനായിരിക്കും അവരെ ബെസ്റ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളും ബയസ്ഡ് ആയിരിക്കും. കുട്ടിക്ക് അറിഞ്ഞൂടല്ലോ എങ്ങനെയാണ് ടീച്ചർ പെർഫോമൻസിനെ റേറ്റ് ചെയ്യേണ്ടത്. റാദർ ദാൻ ജസ്റ്റ് ടീച്ചർ കൊള്ളാമില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു യഥാർത്ഥ ടീച്ചർ ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ അവരുടെ കൂടെയുള്ള അതേ സബ്ജക്റ്റിലുള്ള മറ്റ് ടീച്ചേഴ്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ പിയർ ഇവാലുവേഷൻ ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. നെക്സ്റ്റ് വൺ, നീപ്പ സ്റ്റാൻഡ്സ് ഫോർ, നീപ്പ നമ്മൾ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. NUEP എന്ന് കണ്ടാലും സെയിം കാര്യം തന്നെയാണ്. നാഷണൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, inclusive education is important as it celebrates diversity in the classroom, encourages strict discipline, includes homogeneity in classroom, includes teacher from marginalized group. അപ്പം നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ഈസി ക്വസ്റ്റൻ ആണ്. ഒരിക്കലും സ്ട്രിക്ട് ഡിസിപ്ലിൻ ആയിരിക്കില്ല ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ. ഹോമോജിനിറ്റി അല്ല, ഹെട്രോജിനിറ്റി ആണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ഉള്ളത്. അതുപോലെ ഇൻക്ലൂഡ്സ് ടീച്ചേഴ്സ് ഫ്രം മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് അല്ല. പകരം നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സെൽഫ്-കണ്ടെയ്ൻഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഇസ് ഓൾസോ നോൺ ആസ്. സെൽഫ്-കണ്ടെയ്ൻഡ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് പഠിക്കാനുള്ള കണ്ടന്റ് മുഴുവൻ ആ മെറ്റീരിയലിന്റെ അകത്ത് കാണും. അതിനോടൊപ്പം കുട്ടിക്ക് ചെയ്യാനുള്ള ചെറിയ
ഇപ്പം ഓരോ പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ ആ കുട്ടി നേരത്തെ പഠിച്ചതൊന്ന് അനലൈസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ആൻഡ് ഫൈനലി എല്ലാം പഠിച്ചതിന് ശേഷം ഒരു മോക്ക് ടെസ്റ്റും കാണും. ഇതിനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അതിനകത്ത് പഠിക്കാനുള്ള കണ്ടന്റും ഉണ്ട്, അതിനകത്ത് ഫോർമേറ്റീവ് ആൻഡ് സബ്മേറ്റീവ് അസസ്മെന്റും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡ്യൂൾ. നെക്സ്റ്റ് വൺ, which of the following method is suitable for finding status of a society? ഒരു സൊസൈറ്റിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ഏത് റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എക്കണോമിക് സർവേ, അതുപോലെ ജെൻഡർ സർവേ, ഇതെല്ലാം ചെയ്യുന്നത് സൊസൈറ്റിയുടെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ സർവേ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സർവേ ഡേറ്റ കളക്ട് ചെയ്ത് പോപ്പുലേഷനെ പറ്റിയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്ത് സൊസൈറ്റിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കും. Next one, what describes the phenomenon of entire world becoming more interconnected as the result of propagation of media technologies through the world? അതായത് എല്ലാ വേൾഡ് ആസ് സച്ച് ഒരു അംബ്രലയുടെ കീഴിൽ വരുന്നു എന്നുള്ളൊരു തോട്ട് വരുന്നത് ഈ പറയുന്നതിൽ ഏത് കാര്യത്തിലാണ്. ഓൾസോ ഇതിനകത്ത് ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, ത്രൂ മീഡിയ ആൻഡ് ടെക്നോളജി. ബട്ട് ആൻസർ ഇസ് ഗ്ലോബൽ വില്ലേജ്. കാരണം മീഡിയ അല്ല ടെക്നോളജി അല്ല എന്ത് വന്നാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്മിങ് അണ്ടർ അംബ്രല്ല എന്ന് തോന്നിക്കുന്ന കോൺസെപ്റ്റ് ഇസ് ഗ്ലോബൽ വില്ലേജ്. അതിനകത്ത് കോയിൻഡ് ബൈ മാർഷൽ മക്ലൂഹൻ ആണ്. അദ്ദേഹമാണ് ആ വേർഡ് കോയിൻ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്, ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തത്? മാർഷൽ മക്ലൂഹൻ. ദ വീക്കസ്റ്റ് ലിങ്ക് ഇൻ എനി കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റം ഇസ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെ വീക്കസ്റ്റ് ലിങ്ക് ആരാണ്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണോ, പ്രോഗ്രാംസ് ആണോ, ഹാർഡ്വെയർ ആണോ, പീപ്പിൾ ആണോ? ദി ആൻസർ ഇസ് പീപ്പിൾ. ഏറ്റവും കൂടുതൽ എറേഴ്സ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് ഹ്യൂമൻ എറർ അല്ലെങ്കിൽ നെഗ്ലിജൻസ് കാരണമാണ്. പലപ്പോഴും നമ്മൾ നല്ലൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത്? വീക്ക് ആകുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? ഈ ക്വസ്റ്റ്യൻ ബാക്ക് ടു ബാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കറിയാം ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നോർട്ടൺ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിസർച്ചർ? ഒരു റിസർച്ചർ എങ്ങനെയുള്ള ആളായിരിക്കണം? ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണോ? ഇമോഷണൽ കൺട്രോൾ വേണോ? സിസ്റ്റമാറ്റിക് തിങ്കിങ് വേണോ? സിമ്പത്തി വേണോ? നമുക്കറിയാം റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡീലിംഗ് വിത്ത് എ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ചർ സിസ്റ്റമാറ്റിക് തിങ്കിങ് ആണ് ഇവിടെ ആൻസർ വരേണ്ടത്. ബട്ട് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് അവർ കീല് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത്. റിസർച്ചർ മസ്റ്റ് ബി റിസെപ്റ്റീവ് ടു ന്യൂ ഐഡിയാസ്, എവിഡൻസ്, പെർസ്പെക്റ്റീവ് ആൻഡ് വിത്തൗട്ട് ബയസ്. സോ വെൻ ലുക്കിംഗ് ഇൻ ടു യുവർ ആൻസർ കീ, ഐ സീ ദറ്റ് ഫൈനൽ ആൻസർ കീ ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്ഡ് ആണ്. കാരണം ഇതിനകത്ത് രണ്ട് ആൻസേഴ്സും വരാം. അവർ ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് കൊടുത്തിരുന്നത്, പലരും ടിക്ക് ചെയ്തത് സിസ്റ്റമാറ്റിക് തിങ്കിങ് ആണ്. രണ്ട് ഓപ്ഷൻസ് വരുന്നതുകൊണ്ട് ദിസ് ക്വസ്റ്റ്യൻ വാസ് ഡ്രോപ്ഡ്. The best way of protecting data from loss. ഒരു ഡേറ്റ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ക്യാൻ മേക്ക് റെഗുലർ ബാക്കപ്പ് ഓഫ് ദ ഡേറ്റ. ഡേറ്റ എപ്പോഴും ബാക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അഥവാ നമ്മളിപ്പോ പെട്ടെന്ന് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം ഗൂഗിൾ ഡ്രൈവിലും കൂടെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഫോണിന് എന്തെങ്കിലും സംഭവിച്ച് ഡേറ്റ ലോസ് ആയാൽ പോലും നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അതിന്റെ ബാക്കപ്പ് ഉണ്ട് എന്നുള്ളതാണ് answer. So next one, which of the following provides interactional education using DVB RCS technology? അങ്ങനൊരു ടെക്നോളജി യൂസ് ചെയ്ത് ഇന്ററാക്റ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഈ പറയുന്നതിൽ ഏത് പ്ലാറ്റ്ഫോം ആണ്? ഗ്യാൻ ദർശൻ 1, ഗ്യാൻ ദർശൻ 2, വിക്ടേഴ്സ്, ദൂരദർശൻ. ഇതിന്റെ ആൻസർ വിക്ടേഴ്സ് ആണ്. വിക്ടേഴ്സ് ആണ് DVB RCS ടെക്നോളജി യൂസ് ചെയ്ത് ഇന്ററാക്റ്റീവ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കുന്നത്. Next, the operating system dash. The operating system is the most common type of dash software. Operating system എന്ത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്? ആപ്ലിക്കേഷൻ ആണോ, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണോ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. Next, which of the following is an essential step of institutional planning? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മേജർ സ്റ്റെപ്പ് എന്താണ്? അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ആ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല, അപ്പൊ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം അനാലിസിസിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ക്യാൻ അപ്രോപ്രിയേറ്റ്ലി അസസ് ഡിഗ്രി ഓഫ് പെർഫോമൻസ് ഓഫ് റെസ്പോണ്ടൻസ്?
ഒരു ഒരു ആളുടെ ഏത് ടൂൾ വെച്ചാണ് ആ ആളുടെ ഡിഗ്രി ഓഫ് പെർഫോമൻസ് നമുക്ക് അളക്കാൻ പറ്റും. അതായത് ആൻസർ റേറ്റിംഗ് സ്കെയിൽ. ഒരാളുടെ റേറ്റിംഗ് സ്കെയിൽ വെച്ച് അയാളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ ഒരു റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്മൾ മാർക്ക് ഇടുന്ന ഒരു റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. അപ്പൊ കുട്ടി നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ റേറ്റിംഗ് സ്കെയിലിൽ 1 കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. ഹയസ്റ്റ് ആവുമ്പോൾ ഹയസ്റ്റ് വാല്യൂ കൊടുക്കാം. അതിനാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. Which among the following is the best measure of variability? വേരിയബിലിറ്റിയുടെ ബെസ്റ്റ് മെഷർ ഞാൻ 2-3 വർഷം ക്ലാസ് പറഞ്ഞില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ബെസ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി. പ്ലേറ്റോ. ഇനി നമുക്കുള്ള ചില ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസും ആണ്, ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻസും ആണ്. പ്ലേറ്റോ എന്ന് പറയുന്നത് പ്ലേറ്റോ ഇൻ ടീച്ചിങ് ലേണിംഗ് കോണ്ടെക്സ്റ്റ് ഇസ് എന്ന് ചോദിച്ചിരിക്കുന്നു. ആൻസർ ഇസ് പ്ലേറ്റോ ഇസ് എ പ്രോഗ്രാം ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അത് 1960s ഡെവലപ്പ് ചെയ്ത ഒരു ഏർലി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ സിസ്റ്റം ആണ് പ്ലേറ്റോ. Which among the following is the basis of Gandhian philosophy? Gandhian philosophy obviously idealism വരുന്നുണ്ട്, naturalism വരുന്നുണ്ട്, pragmatism വരുന്നുണ്ട്. So it is a blending of all of the above. കേട്ടോ. Next one, Kerala State Higher Education Council. Kerala State Higher Education Council എന്തൊക്കെ ചെയ്യും? Renders advice to governments, universities, other institutions of higher education in the state. Correct ആണ്. To coordinate roles of government, universities, apex regulatory agencies in higher education within the state, to provide common facilities for higher education without impinging upon autonomy of other institutions. ഇത് മൂന്നും കറക്റ്റ് ആണ്. സോ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയി ഇതിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എഡ്യൂക്കേഷൻ ഇസ് എ നാച്ചുറൽ പ്രോസസ്. ഓബ്വിയസ്ലി നാച്ചുറലിസം. അപ്പൊ അതിൽ റൂൾസും ആണ് വരുന്നത്. അപ്പൊ D1 വരുന്ന ആൻസേഴ്സ്. അപ്പൊ ഇത് കട്ടായി. നെക്സ്റ്റ് വൺ, മോണ്ടെസോറി. ഏതാണ്? ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയി ആണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞത് ജോൺ ഡ്യൂയി ആണെന്ന് തോന്നുന്നു. എഡ്യൂക്കേഷൻ ഇസ് പ്രോസസ് ഓഫ് റീകൺസ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആൻസർ. സോ C2 ആണ് വരുന്നത്. എഡ്യൂക്കേഷൻ ഇസ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് എന്നുള്ളത് മോണ്ടെസോറി ആണ് പറഞ്ഞിരിക്കുന്നത്. B4 പ്രിൻസിപ്പിൾ ഓഫ് റെപ്പിറ്റേഷൻ ഓഫ് പാസ്റ്റ് ലൈഫ്. ആൻഡ് ജോൺ ഡ്യൂയി ആണ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ വന്നിരിക്കുന്നത് A3, B4, C2 and D1 ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, among the following which is a behaviorist? ഈ പറയുന്നതിൽ ആരാണ് ബിഹേവിയറിസ്റ്റ്? ലെവ് വൈഗോട്സ്കി കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് നമുക്കറിയാം. അതുപോലെ ജീൻ പിയാഷെയും കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. ഗാഗ്നെയും ഒരു പരിധിവരെ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ നമുക്ക് എന്താണ് കോഗ്നിറ്റിവിസം എന്നൊക്കെ പറയാം. സോ ഇവിടെ ആൻസർ എഡ്വിൻ ഗത്രി ആണ്. ഗത്രി ഈസ് എ ബിഹേവിയറിസ്റ്റ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കണ്ടിഗ്വിറ്റി തിയറി ഓഫ് ലേണിംഗ്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് പ്രിറ്റി ടഫ് ആ വർഷത്തെ. Which of the following is not a learning management system? Learning management system അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Moodle learning management system ആണ്, Google Classroom learning management system ആണ്, Blackboard learning management system ആണ്. Socrative ദോ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു കംപ്ലീറ്റ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. സോ അവിടെ ആൻസർ സോക്രട്ടീവ് ആണ് വന്നത്. പക്ഷെ സോക്രട്ടീവ് ഇസ് ഓൾസോ കൺസിഡേർഡ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ദിസ് ക്വസ്റ്റ്യൻ വാസ് ഡ്രോപ്ഡ്. Next one, Web 3.0 is also known as. Web 3.0 എന്താണ് വിളിക്കുന്നത്? സിംബോളിക് ആണോ, റീഡ് റൈറ്റ് എന്നാണോ, മൊബൈൽ ആണോ, റീഡ് റൈറ്റ് എക്സിക്യൂട്ട് വെബ് എന്നാണോ? വെബ് 3.0 റീഡ് റൈറ്റ് എക്സിക്യൂട്ട് വെബ് എന്നാണ് വിളിക്കുന്നത്. അത് വെബ് 3.0 കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് നമ്മുടെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാം, അവിടെയുള്ള കണ്ടന്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൈപ്പ് ഓഫ് വെബ് ആണ് വെബ് 3.0. Next, reliability coefficient of a test using split half method is. ഇത് നമുക്ക് ഇതിലില്ല, നമ്മുടെ സിലബസിൽ ഇല്ല. ബട്ട് ഇതിലെ ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് കറക്റ്റ് ആയതുകൊണ്ട് they took this particular question also. ഇത് ഡ്രോപ്പ് ചെയ്തില്ല. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ റിലയബിലിറ്റി എന്നുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അല്ലേ? സോ റിലയബിലിറ്റി ആസ് വി നോ ഇറ്റ്, നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് നടത്തുകയാണ്. ഒരു പ്രാവശ്യം ഒരു ടെസ്റ്റ് നടത്തുന്നു. അത് കഴിഞ്ഞ് ആ ടെസ്റ്റ് കുറേ ദിവസം കഴിഞ്ഞ് രണ്ടാമതൊന്നും കൂടെ നടക്കും.
ഈ രണ്ട് ടെസ്റ്റിലും ആ കുട്ടികൾക്ക് സിമിലർ ആയുള്ള പെർഫോമൻസ് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ റിലയബിൾ ആണെന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി നമുക്ക് 2-3 രീതിയിൽ ടെസ്റ്റ് ചെയ്യാം. അതിൽ ഒരു മെത്തേഡാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. ഇതൊന്നും നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനില്ല. ഇവിടെ ആ വർഷം വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബട്ട് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡില് നമ്മൾ ആ ക്ലാസ്സിൽ ഉള്ള കുട്ടികളുടെ മാർക്സിനെ 2 കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പൊ 20 കുട്ടികളുണ്ടെങ്കിൽ 10-10 മാർക്സിനെ എന്ത് ചെയ്യും, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഈ മാർക്സിനെ തമ്മിൽ കമ്പയർ ചെയ്യും ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട്. ആ ഇക്വേഷൻ ഏതാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. സോറി, നോട്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി സ്പിയർമാൻ ബ്രൗൺ പ്രൊഫസി ഫോർമുല എന്നാണ് അറിയപ്പെടുന്നത്. 2R1/2 പ്ലസ് 1/1 പ്ലസ് R1/2 എന്നാണ് ഫോർമുല പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഒന്നും പിന്നെ ഒരിക്കലും സെറ്റിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ബട്ട് ജസ്റ്റ് ഇൻ കേസ് നമുക്ക് എങ്ങാനും ചോദിച്ചാലോ ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ, വെൻ answer of the test item is analyzed, it was found that 32 students out of 40 in the upper group and 14 students out of 40 from the lower group answered correctly. What is the discriminating power of this item? ഇതൊക്കെ വളരെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, MAT ക്വസ്റ്റ്യൻ ആണ്. ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വാസ് ഡ്രോപ്ഡ്. എന്നാലും ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ സ്ട്രാറ്റജി. പക്ഷെ പിന്നെ ഇതിന് ശേഷം ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ല. ഈ ക്വസ്റ്റ്യന്റെ ശരിക്കുള്ള ആൻസർ വരേണ്ടത് മീൻസ് 4.05 ആണ് ആൻസർ വരുന്നതെങ്കിലും പലർക്കും കിട്ടുന്ന വാല്യൂസ് ഡിഫറെന്റ് ആണ്. ആ സമയത്ത് പല പല ഫോർമുലാസ് ഇട്ട് ചെയ്യുമ്പോൾ യു കെൻ ഗെറ്റ് എ ഡിഫറെന്റ് ആൻസർ ആൻഡ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വാസ് ഡ്രോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഓഫ് ലേണിംഗ് സൈക്കിൾ യൂസ്ഡ് ഇൻ എ ലെസൺ പ്ലാൻ. നമുക്കറിയാം നമ്മൾ 5E മോഡൽ, ബൈബിയുടെ 5E മോഡലിനെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ തുടങ്ങുന്ന സൈക്കിൾസ് ഓഫ് ലേണിംഗ്. സോ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേഷൻ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. 5E മോഡലാണ്, റോജർ ബൈബി ആണ് മുമ്പോട്ട് വെച്ചത്. ഈ CIPP അപ്രോച്ച് ഒരു കരിക്കുലം സ്റ്റഡീസ് മോഡലാണ്. നമ്മൾ ഒരു കരിക്കുലം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ കരിക്കുലത്തിന് എന്തൊക്കെ 3 സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന, 4 സ്റ്റെപ്പിലായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 4 സ്റ്റെപ്പാണ് CIPP എന്ന് പറഞ്ഞിരിക്കുന്നത്. കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ആണ് ആൻസർ. പക്ഷെ ഈ ക്വസ്റ്റ്യനും നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഡ്രോപ്ഡ്, ബട്ട് സ്റ്റിൽ ഇതൊന്നും നമുക്ക് പഠിക്കാനില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഡാനിയൽ ഷഫിൾബീം എന്ന് പറയുന്ന ഒരാളാണ് CIPP മോഡൽ മുമ്പോട്ട് വെച്ചത്. നെക്സ്റ്റ്, the 2 categories of illustrations used in teaching are. നമ്മൾ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന 2 ഇല്ലസ്ട്രേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെർബൽ അബ്സ്ട്രാക്ട്, വെർബൽ ആൻഡ് കോൺക്രീറ്റ്, കോൺക്രീറ്റ് അബ്സ്ട്രാക്ട്, നോൺ വെർബൽ ആൻഡ് കോൺക്രീറ്റ്. കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഇസ് കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട്. നമ്മൾ ക്ലാസ്സിൽ നമുക്ക് അവർക്ക് എംപിറിക്കൽ ആയിട്ട് തൊട്ടും പിടിച്ചും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ കോൺസെപ്റ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, സെക്ഷൻ 354A പ്രൊവൈഡ്സ് ഫോർ. 354A എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ ദ സിലബസ് ഇറ്റ് ഇസ് എസ്പെഷ്യലി മെൻഷൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു എഡ്യൂക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഔട്ട് ഓഫ് ദാറ്റ് കോണ്ടെക്സ്റ്റ്. സോ ആൻസർ സെക്ഷുവൽ ഹറാസ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഫോർ സെക്ഷുവൽ ഹറാസ്മെന്റ് ആണ്. സെക്ഷൻ 354A IPC-നകത്ത് വരും. Plans means in specific ways specially devised and employed by teachers for the acquisition of learning objectives in teaching learning situation is called. നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് സ്പെസിഫിക് വേയിൽ നമ്മുടെ ക്ലാസ് ഡിപ്ലോയ് ചെയ്യുന്നത്, അതിനെ എന്താണ് വിളിക്കുന്നത്? ടീച്ചിങ് സ്ട്രാറ്റജി എന്നാണോ, ടീച്ചിങ് മെത്തേഡ് എന്നാണോ, ടെക്നീക്ക് എന്നാണോ, ടാക്ടിക്സ് എന്നാണോ? നമ്മൾ പ്ലാൻ ചെയ്യുകയും ഒബ്ജക്റ്റീവ് പ്ലാൻ ചെയ്യുക, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുന്നതിനെ വിളിക്കുന്നത് ടീച്ചിങ് സ്ട്രാറ്റജി എന്നാണ്. അപ്പൊ ഇതൊക്കെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റജി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്കൊരു ഡൗട്ട് വരികയാണ്, അയ്യോ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടുവന്ന വർക്ക് ചെയ്യുന്നില്ലേ എന്ന് തോന്നിയിട്ട് അപ്പൊ തന്നെ നമ്മൾ വരുത്തുന്ന ഒരു ചെറിയ ചേഞ്ച് ഓഫ് പ്ലാനാണ് ടെക്നീക്ക് എന്ന് വിളിക്കുന്നത്. ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ടീച്ചർ ചെയ്യുന്ന കാര്യമല്ല, പകരം നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിച്ചില്ലേ, വളരെ എന്താണ്
എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിങ്കേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക്സിനെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതേസമയം ടീച്ചറിന്റെ പ്ലാനും മീൻസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ട് ടീച്ചിങ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ടീച്ചിങ് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. അടുത്തത് മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ക്ലാസ് പ്രോജക്ട് 1984-85. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ലാത്ത കാര്യങ്ങളാണ്. ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലത്തെ ഹൈ എൻഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. സോ ക്ലാസ് പ്രോജക്ട് 1984-85 എന്ന് പറയുന്നത് വാസ് ടു എക്സ്പോസ് ചിൽഡ്രൻ ടു യൂട്ടിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യുക, ചിൽഡ്രൻ ഷുഡ് ലേൺ ബി എക്സ്പോസ് ടു കമ്പ്യൂട്ടർ സോ ദാറ്റ് അവർക്ക് അതിന്റെ യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻ മനസ്സിലാകുന്നു എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം? ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? പ്രൊട്ടക്ട് ചൈൽഡ് റൈറ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്കിൽ, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഡിസ്ക്രിമിനേഷൻ ഓഫ് സ്പെഷ്യൽ ചിൽഡ്രൻ ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ. അപ്പൊ 4 എന്തായാലും ഇല്ല. അപ്പൊ 4 ഉള്ള എല്ലാ ഓപ്ഷൻസ് ക്യാൻസൽ ആയിപ്പോയി. സോ യുവർ ആൻസർ ഇസ് ബി. നെക്സ്റ്റ്, പ്രൊപ്പഗേറ്റർ ഓഫ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് കാണുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ സ്കിന്നറിലേക്ക് പോകും. ബട്ട് ക്വസ്റ്റിന്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് മുമ്പോട്ട് വയ്ക്കുന്നത് നോർമൻ എ ക്രൗഡർ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ്സിൽ. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ GPA ഫോർ ഫോളോയിങ് ഡേറ്റ 9 പോയിന്റ് സ്കെയിലിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റിനും ഡ്രോപ്ഡ് ആയിരുന്നു. ഇതിന്റെ ആൻസർ ക്ലോസ് ടു 7.5 സംതിങ് വരും. ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുമില്ല, നമ്മുടെ സിലബസിലോട്ട് പറഞ്ഞിട്ടുമില്ല. ബട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. പക്ഷെ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് കെയിം ടു 7.5 സംതിങ്. അത് ഇതിനകത്ത് ഇല്ലായിരുന്നതുകൊണ്ട് ദിസ് ക്വസ്റ്റ്യൻ വാസ് ഡ്രോപ്പ്. ബട്ട് ഇഫ് യു വോണ്ട് ടു ലുക്ക് അറ്റ് ഇറ്റ്, ഇതാണ് അതിന്റെ വേ ഓഫ് അറ്റൻഡിങ് ദ മാത്സ്. സോ അത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Teacher illustrates a concept of students. Here illustration can be considered as a. ഇവിടെ ടീച്ചർ ചില കോൺസെപ്റ്റുകൾ സ്റ്റുഡൻസിന് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നോക്കാം? ഇറ്റ് ഈസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് എ ചാനൽ. വെൻ യു ആർ കമ്മ്യൂണിക്കേഷൻ, ദ ചാനൽ ഇസ് ദ മീഡിയം. നമ്മുടെ ഇല്ലസ്ട്രേഷൻ, ഗെസ്റ്റേഴ്സ്, വിഷ്വൽ എയ്ഡ്സ് ഒക്കെ നമുക്കൊരു ചാനൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. According to Buddha, the third noble truth is. Now, this is a different question paper. This was more easy. ബുദ്ധനെ സംബന്ധിച്ചുകൊണ്ട് തേർഡ് നോബിൾ ട്രൂത്ത് എന്താണ്? ബുദ്ധനെ സംബന്ധിച്ച് 4 മേജർ ട്രൂത്ത് ആണുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് മാൻ ഇസ് ഓൾവേസ് ഇൻ സോറോ എന്നുള്ളതാണ് ഫസ്റ്റ് ട്രൂത്ത്. എപ്പോഴും നമ്മൾ സോറോയിലായിരിക്കും. രണ്ടാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്? അതിനെ വിളിക്കുന്ന ദുഃഖ സമുദയമാണ്. ദുഃഖ സമുദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം വരാനുള്ള മേജർ റീസൺ ഇസ് ബിക്കോസ് നമ്മൾ ബാക്കിയുള്ളവർക്കുള്ളതും ബാക്കിയുള്ളവർക്ക് ഇല്ലാതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, ഒരു ഡിസയർ ഫോർ ഗ്രീഡ്. ആ ഒരു ഗ്രീഡ് ആണ് നമ്മുടെ ദുഃഖം കോസ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് വൺ, നമുക്ക് എല്ലാ മനുഷ്യരും ദുഃഖത്തിലാണ്. 2, നമ്മുടെ ഗ്രീഡ് അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർക്കുള്ളതിന് ഉള്ളത് നമുക്കും വേണം എന്നുള്ളൊരു തോട്ടാണ് നമ്മളുടെ ദുഃഖം ഉണ്ടാക്കുന്നത്. ആൻഡ് ദ തേർഡ് ട്രൂത്ത് ഇസ് ദാറ്റ് ആ ദുഃഖത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർത്ത് ട്രൂത്ത് ഇസ് ദാറ്റ് ആ ദുഃഖത്തിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഫോളോ ദി റിലീജിയൻ ഓഫ് ബുദ്ധിസം എന്നുള്ളതാണ്. സോ ഹിയർ ദ തേർഡ് ട്രൂത്ത് എന്ന് ചോദിച്ചിരിക്കുന്നത് സോറോ ക്യാൻ ബി എലിമിനേറ്റഡ് എന്നുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ള 4 ട്രൂത്ത്സും കൂടെ നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ, സ്പിയർമാന്റെ 2-factor തിയറി ഈസ് ഓൾസോ നോൺ ആസ്. സോ സ്പിയർമാന്റെ 2-factor തിയറിക്ക് നമുക്കറിയാം ജിയും ഉണ്ട്, എസും ഉണ്ട് അല്ലെ. ജനറൽ ഫാക്ടറും ഉണ്ട്, സ്പെസിഫിക് ഫാക്ടറും ഉണ്ട്. ജനറൽ ഫാക്ടർ എല്ലാവർക്കും ഉണ്ടായിരിക്കും, സ്പെസിഫിക് ഫാക്ടർ ചില ആൾക്കാർക്ക് മാത്രമേ കാണുള്ളൂ. സോ സ്പിയർമാന്റെ തിയറിനെ നമ്മൾ മൊണാർക്കിക് തിയറി എന്നാണ് പറയുന്നത്. അതുപോലെ തോണ്ടേക്കിന്റെ തിയറിയെ നമ്മൾ വിളിക്കുന്നത് അനാർക്കിക് തിയറി എന്നാണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, കൂഡർ-റിച്ചർഡ്സൺ ടെക്നിക് is used to establish dash of a tool. സോ ഇത് ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, ബട്ട് നമുക്ക് റിസർച്ചിലുള്ള ഒരു ടോപ്പിക് ആണ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതായത് നമ്മൾ നമ്മുടെ ഡേറ്റ എടുക്കുമ്പോൾ, ഡേറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് ഒരു ബെൽ ഷേപ്പിലാണ് കിട്ടുന്നതെങ്കിൽ, നമ്മൾ ഡേറ്റ എടുത്ത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ബെൽ ഷേപ്പിലാണ് കിട്ടുന്നതെങ്കിൽ ദെൻ ബെൽ ഷേപ്പ് കർവ്ഡ് ഇസ് നോൺ ആസ് എ പ്രോബബിലിറ്റി കർവ്. ഇനി അഥവാ ബെൽ ഷേപ്ഡ് അല്ലെങ്കിൽ
then it is a non-probability curve. പ്രോബബിലിറ്റി കർവ് ഉള്ള എല്ലാ ഡേറ്റയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിന്റെ പേരാണ് പാരാമെട്രിക് ടെസ്റ്റ്. അതേസമയം ഇങ്ങനെ ബെൽ ഷേപ്ഡ് അല്ലാതെ വരുന്ന ഏതൊരു കർവ് ആയാലും നോൺ പാരാമെട്രിക്, അത് നോൺ പ്രോബബിലിറ്റി കർവാണ്, ദെൻ യു അപ്ലൈ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഈ പാരാമെട്രിക് ടെസ്റ്റുകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് കുറെ കൂടെ എന്താണ് ജനറലൈസബിലിറ്റി കൂടുതലായിട്ടുള്ള ടെസ്റ്റുകളാണ്. അതേസമയം നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ജനറലൈസബിലിറ്റി കുറവായിരിക്കും. അപ്പം കൂടെ റിച്ചർഡ്സൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് റിലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടെ റിച്ചർഡ്സൺ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ടെസ്റ്റുകൾ ഏതാണ് എന്താണെന്നൊന്നും നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. മേജർലി പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതാണെന്ന് ചോദിച്ച് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും ഐ തോട്ട് ഞാൻ എന്റെ പുതിയ സീരീസിൽ ഐ എം പുട്ടിംഗ് എ സീരീസ് ഫോർ ദ ലാസ്റ്റ് ലാബ് റിവിഷൻ ആയിട്ട് ഞാനൊരു സീരീസ് ഇടുന്നുണ്ട്. അതിനകത്ത് ഔട്ട് ഓഫ് സിലബസ് ബട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ എസ്പെഷ്യലി കോൺസെപ്റ്റ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നു. സോ ഇത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, വിച്ച് നമുക്ക് ഫോളോയിങ് ഇസ് എ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഗുഡ്നെസ് അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മളൊരു സ്കെയിലൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ എടുക്കുന്ന ഡേറ്റ സെറ്റിന് ഫിറ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് സിലബസിൽ ഇല്ല. ഓക്കെ, വിച്ച് ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്. ഒരു ചൈൽഡ് ഓഫ് 5 years വിത്ത് മെന്റൽ ഏജ് 7.2 ബിലോങ്സ് ടു. അപ്പൊ ഒരു 5 year ഉള്ള ചൈൽഡ് 7.2 മെന്റൽ ഏജ് കാണിക്കുന്നു. ശരിക്കും ആ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ, പക്ഷെ അത് മെന്റൽ ഏജ് 7.2 ആണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ സുപ്പീരിയർ. ഇനിയിപ്പോ അതൊരു 9 മുകളിൽ പോവാണെങ്കിൽ വെരി സുപ്പീരിയർ ആവും. ഇപ്പൊ 5 years ഉള്ള ഒരു കുട്ടി ഒരു 20 years ഉള്ള ആളെ പോലെയാണ് കാണിക്കുന്നതെങ്കിൽ then it becomes genius. Next one, the process of finding out students' progress based on their earlier work. അവർ മുമ്പേ ചെയ്ത വർക്കുമായിട്ട് നമ്മൾ അവരെ കമ്പയർ ചെയ്താണ് അവരെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് കോൾഡ് എസ് ഇപ്സേറ്റീവ് ടെസ്റ്റ്. ഇപ്സേറ്റീവ് ടെസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി ഗ്രേഡിംഗ് പ്രോസസ് അഡോപ്റ്റഡ് by 4 teachers are given below. Which one of the following is an absolute grading? Absolute grading എന്താണെന്ന് അറിയാവുന്നവർക്ക് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സ്റ്റുഡൻസ് ആർ ഗിവൺ എ ഗ്രേഡ് ഫോർ ദോസ് ഹു സ്കോർഡ് അബവ് 80 മാർക്സ്. അതായത് നമ്മൾ മാർക്സ് ഫിക്സ് ചെയ്തിട്ട് ഓരോ മാർക്സിന്റെ ഗ്യാപ്പിന്റെ ഇടയിൽ ഓരോ ഗ്രേഡിനെ വെക്കുമ്പോൾ then it is called as absolute grading. Now the most important task in teaching is, ഒരു ക്ലാസ് റൂമിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്താണ്? ഡയറക്ടിങ് സ്റ്റുഡൻസ് ഇൻ ഡെവലപ്പിംഗ് എക്സ്പീരിയൻസ്, മേക്കിംഗ് സ്റ്റുഡൻസ് ഏബിൾ ടു പെർഫോം വെൽ ഇൻ എക്സാംസ്, transact the curricular objectives without fail, make students able to perform well in classroom activities. Answer is directing students in developing experience. Experience develop ചെയ്യാനാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്നാണ്. Next one, arrange the learning structures in hierarchical order. ഇവിടെ മംഗൾ 335 എന്നൊക്കെ തന്നേക്കുന്നത് അതും നിങ്ങൾ നോക്കണ്ട. ഇത് സിമ്പിൾ ആണ്. നമ്മുടെ ഗാഗ്നിയുടെ ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഓഫ് ലേണിംഗ് ആണ്. അതിനനുസരിച്ച് ഇതിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. സിഗ്നൽ ലേണിംഗ് ഓബ്വിയസ്ലി ഫസ്റ്റ് വരും, എല്ലായിടത്തും ഫസ്റ്റ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്കറിയാം പ്രിൻസിപ്പൽ ലേണിംഗ് ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ 2 1 2 അപ്പൊ അത് രണ്ട് ആൻസേഴ്സ് ഉണ്ട്, 1 and 2 ലാസ്റ്റ് വരുന്നത്. ആൻഡ് ദെൻ ഫോർത്ത് ചെയിൻ ലേണിംഗ് ആണ് വരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്. സോ ആൻസർ ഡി ആണ് വരുന്നത്. Next one, which of the following contexts can be developed as a result of regression? Regression എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫ്രോയിഡിയൻ കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റിനെ അനുസരിച്ച് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് അവോയ്ഡൻസ് കോൺഫ്ലിക്ട്. നമ്മൾ അവോയ്ഡ് ചെയ്യുക പല കാര്യങ്ങളും, നമ്മൾ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുക, അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. First bell is known as initiation of school hours, school initiation program, initiative of online classes, website for school students. ഇതിന്റെ ആൻസർ കീ പറഞ്ഞത് ഇനിഷ്യേറ്റീവ് ഫോർ ഓൺലൈൻ ക്ലാസ് എന്നാണ്. പക്ഷെ ഇതൊരു ഓൺലൈൻ ക്ലാസ് ഓപ്ഷൻ അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ബെൽ ഒരു ഓൺലൈൻ ക്ലാസ് ഓപ്ഷൻ അല്ല. പകരം അത് TV വന്നുകൊണ്ടിരുന്ന വിക്ടേഴ്സിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരുന്ന TV ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓൺലൈൻ ക്ലാസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദ ക്വസ്റ്റ്യൻ വാസ് ഡ്രോപ്ഡ്.
For effective maximum effectiveness of teaching, a teacher needs to find out the learning difficulties of each student. ഒരു കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടി ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അച്ചീവ്മെന്റ് ആണോ, എക്സെറ്റീവ് ആണോ, പ്രോഗ്നോസ്റ്റിക് ആണോ, ഡയഗ്നോസ്റ്റിക് ആണോ? ഓബ്വിയസ്ലി നമ്മൾ ഡയഗ്നോസിസ് ആണ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ കുട്ടിയുടെ ഡിഫിക്കൽട്ടി കണ്ടുപിടിക്കാൻ. അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ് എന്ന് പറഞ്ഞത് ആരാണ്? അത് സിമ്പിൾ ആണ്, സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ആണ് അത് പറഞ്ഞത്. അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് ഇസ് എ തിയറി റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ഫോർഗെറ്റിംഗ്. പ്രോസസ് ഓഫ് ഫോർഗെറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന തിയറി ഇന്റർഫറൻസ് തിയറിയാണ്. എക്സ്പ്ലെയിൻസ് ഫോർഗെറ്റിംഗ് ആസ് എ റിസൾട്ട് ഓഫ് അതർ മെമ്മറീസ് ഇന്റർഫറിംഗ് വിത്ത് റിട്രീവൽ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ തന്നെ കുട്ടികളോട് പറയാറുണ്ട് അല്ലെ, നിങ്ങൾ എക്സാമിന്റെ അന്ന് ആവശ്യമില്ലാതെ ഒരുപാട് നേരം ഫോൺ നോക്കോ റീൽസ് നോക്കോ ചെയ്യരുത്. അപ്പൊ അവർ പഠിച്ച കാര്യങ്ങളെ ഫോഗ് ചെയ്യുന്ന രീതിയിൽ വേറെ ചില മെമ്മറീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് വന്ന് തടയിടും. അപ്പൊ അതിനെയാണ് ഇന്റർഫറൻസ് തിയറി എന്ന് പറയുന്നത്. Simulation that drives an individual to adopt or change behavior from his own internal satisfaction or fulfillment. അവരവരുടെ ഇന്റേണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? വളരെ സിമ്പിൾ ആണ്, ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഒരുപാട് പ്രാവശ്യം ക്ലാസ് പറയുന്നുണ്ടായിരുന്നു. അടുത്തത് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? സിമ്പിൾ, എബ്രഹാം മാസ്ലോ ആണ് പ്രപ്പോസ് ചെയ്തത് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇനി വിച്ച് ആക്ട് ഇസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ? ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. The harmful and hazardous use of psychoactive substances including alcohol and illicit drugs is known as. നമ്മൾ ഈ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ഉപയോഗിക്കുന്നതിന് സബ്സ്റ്റൻസ് അബ്യൂസ് എന്നാണ് വിളിക്കുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അതിന് അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തത്. Next one, the way a group of people within a society tends to learn or pass on information is known as. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പഠിച്ച ചില നോംസും റൂൾസും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനും ട്രാൻസ്മിഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഉള്ള റൂൾസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളെ ചേഞ്ച് ചെയ്യുകയാണ്. അതേസമയം കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഉള്ളത് അതുപോലെ പാസ് ഡൗൺ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇനി ഡാഷ് ഇറ്റ്സ് എ സെൻട്രലി സ്പോൺസർഡ് സ്കീം ഓഫ് MHRD. MHRD പഴയ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്, ഇപ്പൊ MOE എന്നാണ് അറിയപ്പെടുന്നത്. ടു ഡെവലപ്പ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ നമുക്കറിയാം RMSA ആണ്. പ്രൈമറി DPEP ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ റൂൾസ് ആണ്. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഓഫ് സ്റ്റോറേജ് ഇൻ കറക്റ്റ് ഓർഡർ. ഈ പറയുന്നവയെ കറക്റ്റ് ഓർഡറിൽ ആക്കുക എന്നുള്ളതാണ്. ഓബ്വിയസ്ലി ബിറ്റ് ആണ് ഏറ്റവും ചെറുത്. എല്ലായിടത്തും ബിറ്റ് തന്നെയാണ് ആദ്യം ചെറുതായിട്ട് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് ബൈറ്റ് ആണ്. എല്ലായിടത്തും ബൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ദെൻ കിലോ ബൈറ്റ്, ദെൻ കിലോ ബൈറ്റ്, ദെൻ മെഗാബൈറ്റ്, ദെൻ ജിഗാബൈറ്റ് ആൻഡ് ഫൈനലി ടെറാബൈറ്റ്. അപ്പൊ ബൈറ്റ് ആണ് ഏറ്റവും ചെറുത്, ബിറ്റ് ആണ് ഏറ്റവും ചെറുത്, ദെൻ ബൈറ്റ്, ദെൻ കിലോ ബൈറ്റ്, ദെൻ മെഗാബൈറ്റ്, ജിഗാബൈറ്റ് ആൻഡ് ഫൈനലി ടെറാബൈറ്റ്. General Aptitude Test Battery GATB is an example for. GATB എന്തിന്റെ എക്സാമ്പിൾ ആണ്? GATB ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ ആൻസർ അതിനകത്ത് തന്നെ ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. Type of qualitative research which involves examining past events to draw conclusion and make predictions about the future. പഴയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ കാര്യങ്ങളിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്? ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ് ആൻസർ വരുന്നത്. Next one, DASH is a model of computer storage in which digital data is stored and accessible for multiple distribution connected resources. ആൻസർ വരുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. നമുക്ക് ക്ലൗഡ് ഡ്രൈവിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് അത് നമ്മുടെ മറ്റ് യൂസിനായിട്ട് ബാക്കിയുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആക്സസ് കൊടുക്കാൻ സാധിക്കും. So അടുത്ത ക്വസ്റ്റ്യൻ, unsolicited email message sent to many recipients at once is called. അതായത് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഒത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണില്ല.
പക്ഷെ അത് ഒരുപാട് റെസിപ്പിയൻസിൽ ഒരുമിച്ച് അയക്കുന്ന സാധനത്തിന് നമ്മൾ സ്പാം എന്നാണ് വിളിക്കുന്നത്. ഒരു ബൾക്ക് ഇമെയിൽ സെൻഡ് ടു എ ലോട്ട് ഓഫ് റെസിപ്പിയൻസ്. ആ സ്പാമിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഓഫ് മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ മാൽവെയർ കാണും. Next one is state level agency set up for educational management and training of stakeholders and in the educational sector. Then state level agency ആണ് rather than an institute. അപ്പോൾ educational management training for stakeholders കൊടുക്കുന്നത് especially in Kerala it is given to CMAT. CMAT എല്ലാ സ്റ്റേറ്റിലും CMAT ഉണ്ട്. എല്ലാ CMATകളും SCRTയുടെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ചെയർമാൻ ഓഫ് എ ടീച്ചർ സെലക്ഷൻ ബോർഡ് ഷുഡ് ബി. ഒരു ടീച്ചർ സെലക്ഷൻ ബോർഡിലുള്ള ആള് എങ്ങനെയൊക്കെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? ഏബിൾ ടു ഇവാലുവേറ്റ് ടീച്ചിങ് കോമ്പിറ്റൻസി ഓഫ് കാൻഡിഡേറ്റ്, ട്രൂ. ഏബിൾ ടു ജഡ്ജ് പേഴ്സണാലിറ്റി ഓഫ് കാൻഡിഡേറ്റ്, യെസ്. ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ടു കാൻഡിഡേറ്റ്സ്, കറക്റ്റ്. സോ ആൻസർ ഇസ് ഓൾ ദി above. Next one, dash is a system of behaviors and psychological process occurring within a social group or between social groups. പിന്നെ നമുക്ക് സോഷ്യൽ ഡൈനാമിക്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നാണ് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. പിന്നെ ടഫർ ക്വസ്റ്റ്യൻ പേപ്പർ അതിനകത്ത് വന്നിരുന്നു. കുറെ കൂടെ സിമ്പിൾ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. മാർഷൽ മക്ലൂഹൻ ആണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ടേം പോയിന്റ് ചെയ്യുന്നത്. ഇനി മോർഫീം ഇസ് എ കമ്പോണന്റ് ഓഫ്. സോ മോർഫീം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. സോ ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് ലാംഗ്വേജ്. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലാംഗ്വേജിനെ പറ്റി വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മുടെ സിലബസിലുള്ളതാണ് ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ് ആൻഡ് തിങ്കിങ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുമാണ്. അപ്പൊ അതിലെങ്കിലും വരാത്ത സാധനം ഓബ്വിയസ്ലി നമ്മൾ പഠിക്കാത്ത സാധനത്തിലായിരിക്കും വരുന്നത്, വിച്ച് ഇസ് ലാംഗ്വേജ്. Next, dash is the theory of knowledge according to which human development is socially situated and knowledge is constructed through interaction with others in the society. എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നാണ് പറയുന്നത്. അത് വൈഗോട്സ്കിയുടെ തിയറിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. നെക്സ്റ്റ് വൺ, വിച്ച് സൈക്കോളജിസ്റ്റ് coined the term storm and stress in adolescence. അഡോളസൻസിനെ storm and stress എന്ന് അഭിസംബോധന ചെയ്ത ആരാണെന്ന് നമുക്ക് അറിയാമെന്നുള്ള ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന കാര്യമാണ്. സ്റ്റാൻലി ഹോൾ. The practice of members of the society start deviating from the values they hold dear. അവർ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ കുറെ വാല്യൂസിനെ അവരെന്ത് ചെയ്തു, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം വാല്യൂ ക്രൈസിസ് എന്നാണ്. നമ്മുടെ സൊസൈറ്റിയിൽ വാല്യൂ ക്രൈസിസ് ഉണ്ട്. പണ്ട് എല്ലാവരും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിച്ചിരുന്നു. ഇപ്പോൾ ഉള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആയി പോകുന്നു. അപ്പം പഴയ തലമുറ അതിനെ കാണുന്നത് ഒരു വാല്യൂ ക്രൈസിസ് ആണ്. ഓക്കേഴ്സ് വെൻ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഡീവിയേറ്റ് ഫ്രം ചെറിഷ്ഡ് വാല്യൂസ്. നേരത്തെ നന്നായി കണക്കാക്കപ്പെട്ടിരുന്ന കാര്യത്തിൽ നിന്നും ആൾക്കാർ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിന് വാല്യൂ ക്രൈസിസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നമ്മൾ സോഷ്യോളജി പഠിക്കുന്നതെന്ന് മനസ്സിലാവുന്നത് അതൊരു പെർസ്പെക്റ്റീവിന്റെ കാര്യം കൂടെയാണ്. വാല്യൂ ക്രൈസിസ് എന്ന് പറയുന്നത് ചിലർക്ക് ചില പുതിയ കാര്യങ്ങൾ വരുമ്പോൾ വാല്യൂ ക്രൈസിസ് ആയിട്ട് തോന്നാം, മറ്റു ചിലർക്ക് അത് ഒരു കൾച്ചറൽ ട്രാൻസ്ഫർമേഷൻ ആയിട്ടും തോന്നാം. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ പെഡഗോഗി. ക്രിട്ടിക്കൽ പെഡഗോഗി ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ക്രിട്ടിക്കൽ പെഡഗോഗി ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് പൗലോ ഫ്രെയർ. പക്ഷെ പൗലോ ഫ്രെയർ ആണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെങ്കിലും ഈ ക്രിട്ടിക്കൽ പെഡഗോഗി എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക. രണ്ടു മൂന്ന് വർഷം ഞാൻ പറഞ്ഞതായിരുന്നു. Dash is the representation of graphical form. Dash is the representation in graphical form which shows the rate of learning over a time period. നമ്മൾ ഒരു ആളുടെ ലേണിങ്ങിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഡാഷ്. ലേണിംഗ് കർവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം ഇസ് ബേസ്ഡ് ഓൺ ആരുടെ തിയറി? സ്കിന്നറുടെ തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. Next one, the variety of instructional techniques used to move students progressively towards stronger understanding which leads to greater independence and learning. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിൽ കുട്ടികളെ കുറെ കൂടെ ഡീപ്പറായിട്ട് മനസ്സിലാക്കുക, അതോടൊപ്പം അവർ തനിയെ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ള കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. നമ്മൾ കുട്ടിക്ക് ആവശ്യമുള്ള ഇൻഡിപെൻഡൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നു. പക്ഷെ
ടീച്ചർ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സ്കെഫോൾഡർ ആയിട്ട്, അതായത് ജസ്റ്റ് ഇനഫ് എന്താണ് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതെന്ന് പറയും. എക്സ്പാൻഷൻ ഓഫ് IEDSS. IEDSS എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്നുള്ളതാണ് IEDSSന്റെ ഫുൾ ഫോം. പ്ലീസ് നോട്ട് ദാറ്റ്, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചിലപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചെന്ന് വരാം. IEDSS എന്ന് പറയുന്നത് നമ്മുടെ 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, വിച്ച് മീൻസ് നമ്മൾ പണ്ട് സെഗ്രിഗേറ്റഡ് ആയിരുന്നു, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സ്പെഷ്യൽ സ്കൂളിൽ വിടുക എന്നുള്ളത്. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ യു ആർ ബ്രിങ്ങിങ് ദം ഓൾസോ ഇൻ ടു ദി മെയിൻ സ്ട്രീം സ്കൂൾസ്. അവർ കുറച്ചു നേരം അവിടെയുള്ള കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്തതിനു ശേഷം ദെൻ ദേ വിൽ ഓൾസോ ഹാവ് എ ക്ലാസ് ഇൻ ദെയർ സെപ്പറേറ്റ് ലേണിംഗ് എൻവയോൺമെന്റ്സ്. നെക്സ്റ്റ് വൺ, which of the following is an essential criteria for creative product? ക്രിയേറ്റിവിറ്റിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് ഫ്ലുവൻസി. അതായത് നമുക്കിങ്ങനെ ഐഡിയാസ് നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതിനാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. ലേണിംഗ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ലേണിംഗ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇസ് എസെൻഷ്യൽ ഫോർ എ ടീച്ചർ ബിക്കോസ്. എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കണം എന്ന് പറയുന്നത്? Teachers can acquire subject competency, teacher skill can be enhanced, teacher can plan appropriate learning strategy for suitable learners, professional growth of teacher can be ensured. Answer is option C. നമ്മൾ കുട്ടികളുടെ സൈക്കോളജി, ഓരോ ഏജിലെ സൈക്കോളജി അറിഞ്ഞിരുന്നാൽ അതിനനുസരിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ലെസൺസ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്തിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്? കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. അതായത് നമ്മൾ എക്സാമ്പിൾസിൽ നിന്നും ഒരു ജനറൽ കൺക്ലൂഷൻ കിട്ടും. അതായത് സ്പെസിഫിക് ടു ജനറൽ പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇൻഡക്റ്റീവ് അപ്രോച്ച്, ISG എന്ന് ഓർത്താൽ മതി. അതേപോലെ DGS ഡിഡക്റ്റീവ് ആവുമ്പോൾ യു ആർ ഗോയിങ് ഫ്രം എ ജനറൽ പെർസ്പെക്ടീവ് ടു എ സ്പെസിഫിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു അപ്രോച്ച്. നെക്സ്റ്റ്, teacher wants to study the learning problems of his students and take measures to solve the problems based on his findings. വാട്ട് ടൈപ്പ് ഓഫ് റിസർച്ച് ഇസ് ദിസ്? നമ്മൾ കുറെ കുട്ടികളുടെ കുറെ ലേണിംഗ് പ്രോബ്ലംസ് കണ്ടുപിടിച്ചു. ഇനി അതിന് കുറച്ച് മെഷേഴ്സ് എടുക്കണം, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇറ്റ് ഇസ് കോൾഡ് ആസ് ആക്ഷൻ റിസർച്ച്. നമുക്കറിയാം, ഒരു പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ചെയ്യുന്ന, ക്ലാസ് റൂമിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന റിസർച്ച് എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച് ആയിരിക്കും. ഇനി PWD, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ഏത് വർഷമാണ് വന്നത്? 1995. Next one, which of the following is most appropriate strategy to promote creativity of students? Creativity of students ന് ഏറ്റവും കൂടുതൽ നല്ലത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഒരു ഐഡിയ കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു 100-150 ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറയാം ഒരു ടീം കൊടുത്തിട്ട്. then you are actually promoting brainstorming. Next, a child bitten by a white dog is not afraid of black dogs. Is an example for ഒരു 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 കുട്ടിയെ വെള്ള പട്ടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു കറുത്ത പട്ടിയോട് പേടി ഉണ്ടാവില്ല എന്നുള്ളത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. ഇറ്റ് ഇസ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ചൈൽഡ് ഡിസ്റ്റിംഗ്വിഷസ് ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡോഗ്സ്, ഫിയറിംഗ് ഓൺലി വൺ സിമിലർ ടു ദി ഒറിജിനൽ സ്റ്റിമുലസ്. അപ്പം വെള്ള പട്ടിയോടായിരിക്കും കൂടുതൽ പേടി, ബിക്കോസ് അതാണല്ലോ കടിച്ചത്. അപ്പം ബ്ലാക്കിനോട് പേടി ഉണ്ടാവില്ല, കാരണം അതല്ലല്ലോ കടിച്ചത്. അങ്ങനെയുള്ളൊരു സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ്, an example for geographical aid. Geographical aid ഏതാണ്? ഗ്രാഫിക്കൽ എയ്ഡ് ഏതാണ്? ഗ്രാഫിക്കൽ എയ്ഡ് പോസ്റ്റർ ആണ്. ബാക്കിയുള്ളതെല്ലാം ബോർഡ്സ് ആണ്. അതിനകത്ത് എന്തെങ്കിലും കൊണ്ട് ഗ്രാഫിക്കൽ എയ്ഡ് വെച്ചാലേ പറ്റുള്ളൂ. സോ ആൻസർ ഇസ് പോസ്റ്റർ. പോസ്റ്റർ ഇസ് എ ഗ്രാഫിക്കൽ. നെക്സ്റ്റ് വൺ, അക്സെപ്റ്റിംഗ് നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി വെർ ഇൻഡിവിജ്വൽസ് ലിവ് ഇസ് കോൾഡ്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി ജീവിക്കുമ്പോൾ നമ്മൾ അവരുടെ വാല്യൂസിനെ accept ചെയ്യുകയാണെങ്കിൽ then that process is called enculturation. Any transfer of learning occurs when a student applies this mathematical skill in problems solving in physics. അതായത് നമ്മൾ മാത്സ് പഠിച്ചു, പക്ഷെ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ മാത്സ് ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? EL തോണ്ടേക്ക് ആണ്. സോ ആൻസർ ഇസ് EL തോണ്ടേക്ക്. The students whose performance is reduced substantially from previous year is facing problems of. നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഈ വർഷം എത്തിയപ്പോഴത്തേക്കും അത്ര നന്നായി പഠിക്കുന്നില്ലെങ്കിൽ അതെന്തിന്റെ ഒരു ഇതാണ്? അണ്ടർ അച്ചീവ്മെന്റ് ആണ്. അതായത് പെർഫോമൻസ് ഉണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും കുട്ടിയിലുണ്ട്,
പക്ഷെ എന്തോ ഒരു ഫാക്ടർ കാരണം ആ ലെവലിലോട്ട് എത്തുന്നില്ലെങ്കിൽ കുട്ടിക്ക് അണ്ടർ അച്ചീവ്മെന്റ്സി ഉണ്ടെന്നേ നമ്മൾ പറയുള്ളൂ. ബാക്കി ലേണിംഗ് ഡിസോർഡേഴ്സോ ഒന്നുമില്ല, കാരണം നേരത്തെ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഇമോഷണൽ ഇന്റലിജൻസ് ഇസ് ക്യാരക്ടറൈസ് ബൈ, എങ്ങനെയാണ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത്? പ്രൊഫിഷ്യൻസി, പ്രോബ്ലം സോൾവിങ്, അത് ഇമോഷണൽ ഇന്റലിജൻസ് അല്ല, കോഗ്നിറ്റീവ് ആണ്. ബെറ്റർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഹൈ അബ്സ്ട്രാക്ട് തിങ്കിങ്, ഇതുമല്ല. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, പോസിബിലി ബി, ബട്ട് മേജർ ആയിട്ട് നമ്മൾ പറയുന്ന ബെറ്റർ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയാം എന്നുള്ളതാണ്. Next one, introductory statement that encompasses all relevant facts to be dealt through a lesson. ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ക്ലാസ്സിൽ കൊടുക്കുകയാണ്. അതായത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന കാര്യമാണ്, പണ്ട് നേരത്തെ പഠിച്ച കാര്യമായിട്ട് ഇങ്ങനെയാണ് എന്താണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ വി നോ അത് എന്താണ് അഡ്വാൻസ്ഡ് ഓർഗനൈസ് മോഡലാണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡേവിഡ് അസബൽ. Next one, which a child who possesses the need for knowledge and understanding of new things is having. ഒരു കുട്ടിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് നീഡ് ഉണ്ടെന്ന് പറയാം. മാസ്ലോയുടെ ഹൈറാർക്കിയാണ്. സിമ്പിൾ കോഗ്നിറ്റീവ് നീഡാണ് ആ കുട്ടിക്ക് മേജർ ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ദി അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഇവാലുവേറ്റിംഗ് ടീച്ചർ പെർഫോമൻസ്. ഒരു ടീച്ചറിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ബെസ്റ്റ് എന്താണ്, എന്ത് സ്ട്രാറ്റജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് പിയർ അസസ്മെന്റ്. ആ ടീച്ചറിനെ പോലെ അതേ സബ്ജക്റ്റിൽ പഠിപ്പിക്കുന്ന മറ്റൊരു ടീച്ചറിനാണ് ആ ടീച്ചറിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നത്. ടീച്ചർ ഹു കനോട്ട് കൺട്രോൾ ഹിസ് ഓർ ഹർ ക്ലാസ് റൂം എഫക്റ്റീവ്ലി ഷുഡ്. ഒരു ടീച്ചറിന് അയാളുടെ ക്ലാസ് റൂം പറ്റുന്നില്ല, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ഹിസ് ഓർ ഹർ അപ്രോച്ച് ആസ് സച്ച് അല്ലല്ലോ. നമ്മൾ ആ അപ്രോച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ്. ലീവ് ദ ടീച്ചിങ് പ്രൊഫഷൻ. അങ്ങനെ ലീവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ടീച്ചേഴ്സ് ലീവ് ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ അതല്ല. ഇവാലുവേറ്റ് ഹിസ് ഓർ ഹർ സ്ട്രാറ്റജി ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. കറക്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ വാട്ട് ആർ വി ഡൂയിങ് റോങ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വി ഹാവ് ടു ഇംപ്രൂവ് ഇറ്റ്. പ്രൊവൈഡ് റിട്ടൺ മെറ്റീരിയൽസ് ആൻഡ് സ്റ്റാർട്ട് ഡിക്റ്റേറ്റിംഗ് ദോസ്. Next one, pragmatic approach in learning does not emphasize. Does not ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രാഗ്മാറ്റിസ്റ്റ് ചേഞ്ചിനെ പറ്റി പറയുന്നുണ്ട്. നെഗറ്റീവ് എഡ്യൂക്കേഷനെ പറ്റി പ്രാഗ്മാറ്റിസം പറയുന്നുണ്ടോ? ഇല്ല. എക്സ്പെരിമെന്റലിസം പറയുന്നുണ്ട്. മാൻ ഇസ് എ സോഷ്യൽ ആനിമലും പ്രാഗ്മാറ്റിസം പറയുന്നുണ്ട്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ ആരാണ് പറയുന്നത്? നാച്ചുറലിസ്റ്റുകളാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ പറയുന്നത്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ഗൂഗിൾ. ഇനി SWOT അനാലിസിസ്, നമ്മൾ SWOT എന്ന് പഠിച്ചു. SWOT എന്നും പറയാം. അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്. SWOT അനാലിസിസിനാണ്. അതിൽ ത്രെഡിനെ മാറ്റി ചലഞ്ചസ് ആക്കി കഴിഞ്ഞാൽ SWOT എന്നാവും. അതില് എഫ് എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്. ഇനിയിപ്പോ C ആണ് വന്നിരിക്കുന്നതെങ്കിൽ അത് എന്താവും? ചലഞ്ച് ആവും. Preeta obeys her parents and teachers due to fear of punishment. According to Kohlberg's theory, she belongs to. നമുക്കറിയാം കോൾബർഗിന് 3 ലെവൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആണ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ മേജർലി കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ പറയുന്ന റൂൾസ് ഒബേ ചെയ്യും. സോ ദാറ്റ് ദേ വിൽ അവോയ്ഡ് പണിഷ്മെന്റ്. അടി കിട്ടുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരെ പിടിച്ചു വലിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് പണിഷ്മെന്റ് ചെയ്യുന്നതാണ് ലെവൽ ഓഫ് പ്രീ കൺവെൻഷണൽ ലെവൽ. ഇനി കൺവെൻഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവർ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ഒരു 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് സോഷ്യൽ റൂൾസ് എന്ത് ചെയ്യും? ഒബേ ചെയ്യും. ഇനി ഫൈനലി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് ആണ്. പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിൽ എത്തുമ്പോൾ the person is more than 22 years old. So this is from 1 to 12 years old. ഇത് 12 plus years old. And പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു 22 ഇയേഴ്സിന് മുകളിലാണെന്ന് പറയും. പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിൽ എത്തുമ്പോൾ ദ പേഴ്സൺ ഹിംസെൽഫ് അണ്ടർസ്റ്റാൻഡ്സ് ഈ സൊസൈറ്റിയിലെ റൂൾസ് റെഗുലേഷൻസും ഒക്കെ ഉള്ളത് ഇസ് ടു ഈസ് ഔട്ട് യുവർ ലൈഫ്. അതെല്ലാം ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് വലിയ തട്ടുമുട്ടില്ലാതെ ജീവിച്ചു പോകാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആളെത്തുമ്പോൾ യു കോൾ ദം ദേ ആർ ഇൻ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. ഇവിടെ കുട്ടി എന്താ ചെയ്യുന്നത്? പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് വി കെൻ സീ ദാറ്റ് ഷീ ഈസ് ഇൻ ഹർ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. നെക്സ്റ്റ് വൺ, MS പവർ പോയിന്റ്. MS പവർ പോയിന്റ് എന്താണ്?
നമുക്കറിയാം പവർ പോയിന്റ് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് വൺ, ഹാക്കർ യൂഷ്വലി യൂസസ് പ്രോക്സി സെർവർ. വൈ? To create duplicate server on the network, to create a strong connection with the target, to obtain a remote access connection, to hide malicious activity. Answer is to hide malicious activity on the network. എന്താണ് ഈ പ്രോക്സി സെർവർ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്തെങ്കിലും MSQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാനാണ്. പ്രോക്സി സെർവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഇരുന്ന് ഒരു മോഡത്തിൽ നിന്നും നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ആ മോഡത്തിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ടായിരിക്കും, ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും. അതിലാണ് നമ്മൾ ഈ ഓൺലൈനിലുള്ള ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മാൽ പ്രാക്ടീസ് ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ IP അഡ്രസ് വെച്ച് നമ്മളെ ട്രേസ് ചെയ്യാൻ ആർക്ക് സാധിക്കും? സൈബർ സെക്യൂരിറ്റി വിങ്സിനൊക്കെ സാധിക്കും. അതേസമയം പ്രോക്സി സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൈറ്റുകളുണ്ട് ഓൺലൈനിൽ, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് പറയുന്നത്, ഒരു പുതിയ ഒരു IP അഡ്രസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫേക്ക് IP അഡ്രസ് നമുക്ക് ഓൺലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലുള്ള മാൽ പ്രാക്ടീസസ് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ പ്രോക്സി സെർവർ എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെയുള്ള സെർവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ യു ആർ നോട്ട് ഡ്യൂപ്ലിക്കേറ്റിംഗ് യുവർ സെർവർ. ഓൾറെഡി ഉള്ള IP അഡ്രസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണ്ട, പകരം ഒരു ഫേക്ക് IP അഡ്രസ് ഉണ്ടാക്കി അതിനകത്താണ് അവരെന്ത് ചെയ്യുന്നത്? നമുക്ക് ഇതുപോലുള്ള സ്പാംസ് കാര്യങ്ങളും ഒക്കെ അയക്കുന്നത്. അതുകൊണ്ടാണ് പല ഹാക്കേഴ്സിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത, ഇവർ എവിടെ നിന്നാണ് ഇത് അയക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സൈബർ സെക്യൂരിറ്റി വിങ്സിന് സാധിക്കാത്തത് അതുകൊണ്ടാണ്. Next, the integration of ICT in all the processes with the aim of enhancing government ability to address the need of general public. ജനറൽ പബ്ലിക്കിന്റെ നീഡ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IT യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഈ ഗവേണൻസ് എന്നാണ് പറയുന്നത്. ഇനി ടീച്ചേഴ്സ് ബിഹേവിയർ വിച്ച് ടെൻസ് ടു ക്രിയേറ്റ് എ സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലാസ് റൂം. ക്ലാസ്സിൽ നമുക്കൊരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെങ്കിൽ ടീച്ചറിന്റെ ബിഹേവിയർ എങ്ങനെയുള്ളതായിരിക്കണം? ക്ലാസ് റൂം ക്ലൈമറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചർ വളരെ ഹ്യൂമെയിൻ ആയിട്ട് വേണം ബിഹേവ് ചെയ്യാൻ. വിത്ത് എംപതി ബിഹേവ് ചെയ്താൽ മാത്രമേ ക്ലാസ് റൂം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല സോണായിട്ട് മാറത്തുള്ളൂ. Next one, the experimental education should be an integral part of our education. Sorry, not experimental. Environmental education should be an integral part of our education, especially school education, because എന്തിനാണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒരു വളരെ മേജർ പാർട്ടാക്കി മാറ്റുന്നത്? ക്രിയേറ്റ്സ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹെൽപ്പ് റെഡ്യൂസ് എൻവയോൺമെന്റ് പൊല്യൂഷൻ. We are part of the environment, so it helps us developing ecological ego. It is part of the curriculum. Answer is we are part of the environment, so it helps developing ecological ego. നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. We are also part of the environment. നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ പ്ലാനറ്റും അതിന്റെ റിസോഴ്സസും അതിന് മറ്റ് അവകാശികളും കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ചെറിയ ക്ലാസ്സുകളിൽ നടത്തുന്നത്. അടുത്തത് ഗാഗ്നേസ് തിയറി ഓഫ് ലേണിംഗ്. നമ്മൾ എല്ലാവരും പഠിച്ച കാര്യമാണ്. അതിൽ ടോപ്പ് ഹൈറാർക്കിയിൽ വരുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. നെക്സ്റ്റ് വൺ, 3 ലാംഗ്വേജ് ഫോർമുല ആരാണ് സജസ്റ്റ് ചെയ്യുന്നത്? വിത്തൗട്ട് ഡൗട്ട് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66 കോത്താരി കമ്മീഷനാണ് 3 ലാംഗ്വേജ് ഫോർമുല സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് പോളിസിയാണ്? നാഷണൽ പോളിസി, NTE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആണ് 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് കോത്താരി കമ്മീഷനാണ്. Next one, a person's condition with regards to psychological emotional well-being is also known as ഒരാൾ psychologically emotionally healthy ആണെങ്കിൽ we say that their mental health is good. അല്ലേ? Now, the constructive theory postulated by Vygotsky states that learning occurs. Learning എപ്പോഴാണ് occur ചെയ്യുന്നത്? നമുക്കറിയാം വൈഗോട്സ്കി ഒരു സോഷ്യൽ കൺസ്ട്രക്ടിവിസ്റ്റ് ആണ്. അപ്പൊ നമ്മള് എപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുട്ടി എക്സ്പീരിയൻസസ് ഗ്യാദർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്? വെൻ ദേ ആർ ഇൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ടെസ്റ്റ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഡിഫിക്കൽട്ടി അസസിങ്. ഡിഫിക്കൽട്ടി അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. As a teacher, how will you practice democratic values in class? ക്ലാസ്സിൽ എങ്ങനെ democratic values ഉണ്ടാകും? Organize prayer, collaborating students with students to plan their work, conducting quiz programs, imparting rigid discipline. ഡെമോക്രസി എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കും കൂടെ അവരുടെ വർക്കില്
ഒരു സേ ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ആൻസർ ഇസ് ബി. അവരെ കൂടെ കൊളാബറേറ്റ് ചെയ്യുക വെൻ യു ആർ പ്ലാനിങ് ദെയർ വർക്ക്. The tendency of previous learning to inhibit the recall of later learning. മുമ്പേ പഠിച്ച കാര്യം ഇപ്പൊ വരുന്ന കാര്യത്തിനെ എന്താണ് ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഇപ്പൊ പഠിച്ച കാര്യം അല്ലെ, പ്രീവിയസ് ലേണിംഗ് ഇപ്പോഴത്തെ ലേണിംഗിനെ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഇപ്പൊ പഠിച്ച കാര്യം പഴയ കാര്യത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. Now, student with difficulty in reading, writing, spelling, problems, reasoning, recalling and organizing information is called. അവർക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, വായിക്കാനും ബുദ്ധിമുട്ടുണ്ട്, സ്പെല്ലിംഗ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, റീസണിങ് ചെറിയ ചെറിയ ലോജിക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ we call them as children having learning disabilities. Next, client-centered therapy was introduced. നമുക്കറിയാം തെറാപ്പി രണ്ട് വിധത്തിലുണ്ട്, ക്ലയന്റ് സെന്റേർഡും ഉണ്ട്, അതുപോലെ തെറാപ്പിസ്റ്റ് സെന്റേർഡും ഉണ്ട്. അതിൽ ക്ലയന്റ് സെന്റേർഡ് കാൾ റോജേഴ്സ് ആണ്. അപ്പൊ തെറാപ്പിസ്റ്റ് സെന്റേർഡ് ആരായിരുന്നു? ജെ വില്യംസൺ. അതുപോലെ an adolescent who faces identity crisis and poor self-esteem is often caused by. എന്തുകൊണ്ടാണ് അഡോളസെന്റ് പീരീഡിൽ കുട്ടികൾക്ക് അങ്ങനെ ഐഡന്റിറ്റി ക്രൈസ് വരുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഏർലിയർ എക്സ്പീരിയൻസസ്. അവർക്ക് അതിന് മുമ്പ് എന്തെങ്കിലും ഉള്ള രീതിയിൽ ഉള്ള കൺഫ്യൂഷൻസോ ഐഡന്റിറ്റി ക്രൈസിസോ വരുന്നത് അവർക്ക് അതിന് മുമ്പുള്ള സ്റ്റേജസ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജസിലുള്ള പാളിച്ചകളാണ്. അപ്പം സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് ഫോർ ടുഡേ. I hope you enjoyed this session. We almost completed 120 questions, which is pretty much. അതിൽ ഒരു വലിയ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് എ ബിറ്റ് ടഫ്. കുറെ കൂടെ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് പകുതി കൂടുതൽ സാധനങ്ങളും ഡ്രോപ്ഡ് ആയിട്ടാണ് ആൻസർ കാണുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഇനി കുറച്ചുകൂടെ വീഡിയോസ് വരാനുണ്ട്. ഐ എം ഡൂയിങ് ക്യുമുലേറ്റീവ് വീഡിയോ അബൌട്ട് കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടുപ്പിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് and share with all your friends. Mail me if you have any queries. So that's it from my side. Keep learning with me, Gayatri Shankar, here on YouTube, because it's absolutely free. Bye.